CJPയെ ഭയന്നോ കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് ചോദ്യം. ഇനി വിഷയത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് 4 പതിറ്റാണ്ട് മുമ്പുള്ള ഒരു വാർത്ത പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. 1984 അന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ദില്ലിയിൽ ലഡാക്കിൽ ഒരു വലിയ പ്രതിഷേധ സമരം നടക്കുന്നു. എന്തായിരുന്നു ആവശ്യം? ലഡാക്കിലെ ഷെഡ്യൂൾഡ് ട്രൈബ് അവകാശം കൊടുക്കണം എന്നുള്ളതായിരുന്നു. പട്ടികവർഗ അവകാശം കൊടുക്കണം ലഡാക്കിലെ ജനങ്ങൾക്ക് എന്നുള്ളതായിരുന്നു അന്നത്തെ ആ സമരം ചെയ്ത സമരനായകൻ്റെ ആവശ്യം. സമരനായകൻ്റെ പേര് സോനം വാങ്യാൽ എന്നായിരുന്നു. സോനം വാങ്യാൽ ഒരു പർവ്വതാരോഹകനായിരുന്നു. 23-ാമത്തെ വയസ്സിൽ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഇന്ത്യയുടെ അഭിമാനം കാത്തു സൂക്ഷിച്ച ഒരു മൗണ്ടനിയറായിരുന്നു. പിന്നീട് അദ്ദേഹം ഒരു പാരാമിലിറ്ററി ഓഫീസറായിട്ട് മാറി. ആ സോനം വാങ്യാലിൻ്റെ മകൻ്റെ പേരാണ് സോനം വാങ്ചുക്, ഇപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വാർത്ത പറയാനുള്ള കാരണം 1982 16 ദിവസവും 84 5 ദിവസവും സോനം വാങ്യാൽ എന്ന അന്നത്തെ ലഡാക്കിലെ പിന്നീട് മന്ത്രിയും MLA യും ഒക്കെ ആയിത്തീർന്ന മൗണ്ടനിയർ അന്ന് സമരമനുഷ്ഠിച്ചിട്ടുണ്ട്. അന്ന് നിരാഹാരമനുഷ്ഠിക്കുമ്പോൾ 5 ദിവസം നിരാഹാരം പൂർണ്ണമാകുന്ന സമയത്ത് ഡൽഹിയിൽ നിന്ന് വിമാനം പിടിച്ച് ലഡാക്കിലേക്ക് പോയൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ആ പ്രധാനമന്ത്രിയുടെ പേര് ഇന്ദിരാഗാന്ധി എന്നായിരുന്നു. ആ ഇന്ദിരാഗാന്ധി സോനം വാങ്യാലിൻ്റെ സമരപ്പന്തലിൽ പോയി നേരിട്ട് കാണുന്നു. എന്നിട്ട് താങ്കളുടെ ആവശ്യം ഈ സർക്കാർ പരിഗണിക്കുന്നതാണ്, എന്നാൽ അതിന് സാങ്കേതികമായ ചില പ്രയാസങ്ങളുണ്ട്, അത് നീക്കി താങ്കളുടെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് ഉറപ്പ് നൽകി നാരങ്ങാ നീരും കൊടുത്ത് സോനം വാങ്യാലിൻ്റെ സമരം അവസാനിപ്പിച്ച പ്രധാനമന്ത്രിയുടെ പേര് ഇന്ദിരാഗാന്ധി. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം അതേ സോനം വാങ്യാലിൻ്റെ മകൻ സോനം വാങ്ചുക്ക് ജന്തർ മന്ദറിൽ സമരം കിടക്കുക. എത്ര ദിവസം അറിയുമോ? 21-ാമത്തെ ദിവസമാണ് സോനം വാങ്ചുക്കിനെ ജന്തർ മന്ദറിൽ നിന്ന് പോലീസ് മറകിട്ടി തുണികൾക്കുള്ളിൽ വെച്ച് ആരും കാണാത്ത വിധത്തിൽ എന്ന മട്ടിയിലെത്തിയ പോലീസുകാർ തൂക്കിയെടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്, അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലേക്ക് എടുക്കുന്നത് എന്നത് ഓർമ്മിക്കണം. അവിടെ സോനം വാങ്ചുക്കിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന്, അതായത് ഇപ്പോൾ അറസ്റ്റ് വേണ്ടതില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയതിനു ശേഷമാണ് പാർലമെൻറ്റിൻ്റെ സമ്മേളനം തുടങ്ങുന്ന ദിവസം ദില്ലി പോലീസ് എത്തി ഈ നാടകീയ നീക്കം നടത്തുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ഇന്ദിരാഗാന്ധി എങ്ങനെയാണ് സോനം വാങ്ചുക്കിൻ്റെ അച്ഛൻ്റെ സമരം അവസാനിപ്പിച്ചത്, മറുഭാഗത്ത് എങ്ങനെയാണ് ഇപ്പോൾ ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ സോനം വാങ്ചുക്കിൻ്റെ സമരത്തെ നേരിടുന്നത്. ഈ രണ്ടിലുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത്. ഇത് രണ്ടും മറ്റൊന്നും കൂടി നമ്മളോട് പറയുന്നുണ്ട്. ഭയമുണ്ടാകുന്ന സമയത്ത് കോട്ട കെട്ടും എന്ന് ആനന്ദ് തൻ്റെ നോവലിൽ പറയുന്നുണ്ട്. ഭയമുണ്ടാകുന്ന സമയത്ത് ലാത്തിചാർജ് നടത്തും പോലീസ് എന്ന് പറയുന്നുണ്ട്. എന്താവശ്യമായിരുന്നു ഇന്ന് ജന്തർ മന്ദറിൽ ലാത്തിചാർജിനുണ്ടായിരുന്നത്? ജന്തർ മന്ദറിൽ ലാത്തിചാർജിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. സമാധാനപരമായിട്ട് അവർ പ്രതിഷേധിക്കുകയായിരുന്നു. നിരോധനാജ്ഞ പുറപ്പെടുവിക്കുന്നു. നോക്കൂ, ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത്? വിദ്യാർത്ഥികളെയാണ് ഭയക്കുന്നത്. അവിടെ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികൾ 3 കാര്യങ്ങളല്ലേ ഉന്നയിച്ചിട്ടുള്ളൂ. CJP 1, ഈ നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് 120ഓളം ചോദ്യങ്ങൾ ചോരുമ്പോൾ അതിൻ്റെ ഭാഗമായി അത് പുറത്തെത്തുന്ന സമയത്ത് ആദ്യം അത് നിഷേധിച്ചെങ്കിലും ഒടുവിൽ വസ്തുത പുറത്തു വരുമ്പോൾ പരീക്ഷ മാറ്റിവെക്കുന്നു. രാജ്യത്തെമ്പാടും ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് 11 വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത്. 11 പേർ. ചില കണക്കുകൾ 12 13 പറയുന്നു. നോക്കൂ, മരിച്ച ഓരോ വിദ്യാർത്ഥിക്കും 1 കോടി രൂപ വീതം കൊടുക്കണം. CJPയുടെ ഡിമാൻഡാണ്. ഇതൊരു സ്റ്റേറ്റ് സ്പോൺസേഡ് മർഡറാണ് എന്നുള്ളതാണ് CJPയുടെ നിലപാട്. ആ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തത് അവർ കഴിഞ്ഞ 1-2 വർഷം നടത്തിയ പരിശീലനത്തിനൊടുവിൽ അവർ കാത്തിരുന്ന പരീക്ഷ എഴുതി ആ പരീക്ഷ മാറ്റിവെക്കുന്നു എന്നതിൻ്റെ ഞെട്ടിക്കുന്ന തിരിച്ചറിവിലാണ്. ആ ഒരു ട്രോമാറ്റിക് അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വിദ്യാർത്ഥികളെ കുറിച്ച് ആലോചിക്കുമ്പോഴേ അവരുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ CJP ഉയർത്തിയ ഡിമാൻഡിന്, ഇന്നിപ്പോൾ പ്രതിഷേധക്കാർ ഉയർത്തുന്ന ഡിമാൻഡിന് യാഥാർത്ഥ്യമുണ്ട് എന്ന്, അതിന് സത്യസന്ധമാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അതുകൊണ്ട് ആദ്യത്തെ ഡിമാൻഡ് അത് ഇനിയും അംഗീകരിച്ചിട്ടില്ല. രണ്ടാമത്തെ ഡിമാൻഡ് എന്താ? ധർമ്മേന്ദ്ര പ്രധാൻ ആ സ്ഥാനത്ത് നിന്ന് ഒഴിയണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മിനിസ്റ്റീരിയൽ റെസ്പോൺസിബിലിറ്റി എന്നുണ്ട്. സ്വന്തം വകുപ്പിൽ നടക്കുന്ന വീഴ്ചകൾക്ക് ഉത്തരവാദിത്വം അതാത് മന്ത്രിമാർക്കുണ്ട്. ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ പോലും. പക്ഷേ നോക്കൂ, ഇവിടെ മിനിസ്റ്റീരിയൽ റെസ്പോൺസിബിലിറ്റി ധർമ്മേന്ദ്ര പ്രധാനാണ്. 1 അല്ല 2 കാര്യത്തിൽ. നീറ്റിൻ്റെ പരീക്ഷാ പേപ്പർ ചോർന്നത് മാത്രമല്ല, എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഇന്നേ വരെ നമ്മൾ കേട്ടിട്ടുണ്ടോ CBSE പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിൽ ഒരു വിദ്യാർത്ഥിയുടെ പേപ്പർ മാറിപ്പോവുക മാത്രമല്ല, 1.7 മില്യൺ വിദ്യാർത്ഥികളുടെ പരീക്ഷാ മൂല്യനിർണ്ണയം അപ്പാടെ പാളി.
പിന്നീടാണ് ഈ പറയുന്ന വേദാന്ത ശ്രീവാസ്തവ് എന്ന് പറയുന്ന വിദ്യാർത്ഥി എക്സിൽ ഒരു പോസ്റ്റ് ഇടുന്നു. എന്താ പോസ്റ്റ് ഇട്ടത്? ഞാൻ 11 മാർക്ക് എനിക്ക് കുറഞ്ഞു, ഞാനത് പുനർമൂല്യനിർണ്ണയത്തിൽ അപേക്ഷിച്ചു, അപ്പോൾ എനിക്ക് എൻ്റെ ഉത്തരക്കടലാസ് അവർ അയച്ചു തന്നു ഫിസിക്സിൻ്റെ. പക്ഷേ ഞാൻ നോക്കിയപ്പോഴാണ് എൻ്റെ ഉത്തരക്കടലാസ് അല്ല എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. പിന്നീട് 3 കൗമാരക്കാർ നടത്തിയ പോരാട്ടം രാജ്യം ഏറ്റെടുക്കുന്നതാണ് കണ്ടത്. CBSE പരീക്ഷയിൽ നടത്തിയ വലിയ ക്രമക്കേട് ഓൺ സ്ക്രീൻ മാർക്കിങ്ങിന് വേണ്ടി ഏർപ്പെടുത്തിയ ഹൈദരാബാദ് ആസ്ഥാനമായ തെലങ്കാന ആസ്ഥാനമായ കോ-ഓപ്റ്റ് എഡ്യൂടെക് എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനി നേരത്തെ തന്നെ കരിമ്പട്ടികയിൽ പെട്ടിരുന്നതാണെന്ന് വാർത്തകൾ പുറത്തു വന്നു. സൗത്ത് തെലങ്കാനയിൽ നടത്തിയ നേരത്തെയുള്ള പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിനെ തുടർന്ന് 20 വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത്. ഇതേ സ്ഥാപനം കാരണം കോ-ഓപ്റ്റ് എഡ്യൂടെക്കിൻ്റെ അന്നത്തെ പേര് ഗ്ലോബൽ എന്ന ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരുന്നു. അതേ കമ്പനിയെ ഈ വിദ്യാർത്ഥികൾ 20 വിദ്യാർത്ഥികൾ ഏതു കാരണത്താൽ ആത്മഹത്യ ചെയ്തോ ആ കാരണമുണ്ടാക്കിയ കമ്പനിയെ CBSEയുടെ പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിന് ഏൽപ്പിച്ചതിന് ഉത്തരവാദിത്വം CBSEക്കും വിദ്യാഭ്യാസ വകുപ്പിനുമുണ്ട്. നീറ്റ് പരീക്ഷ നടത്തുന്ന NTA നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കീഴിൽ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിൽ 11 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുക, CBSEയുടെ ചോദ്യപേപ്പർ ഉത്തരക്കടലാസ് പുനർമൂല്യനിർണ്ണയം നടത്തുന്നതിൽ ക്രമക്കേട് വരിക, ഇതിൻ്റെ ഉത്തരവാദിത്വം രാജ്യത്തെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെയാണ്. അതിനകത്ത് ആർക്കാ സംശയം? അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ആ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. മൂന്നാമത്തതാണ് സോനം വാങ്ചുക്കിനെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ച് അൺകണ്ടീഷണലായിട്ട് പുറത്തുവിടണമെന്നുള്ളത്. ഇത് മൂന്നുമാണ് ഇപ്പോൾ CJP മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം. എന്തേ കേന്ദ്ര സർക്കാരിന് പരിഗണിക്കാൻ പറ്റുന്നില്ല? എന്തേ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതും 120ഓളം ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് പ്രോബബിൾ ആൻസേഴ്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് എന്ന പേരിൽ പ്രചരിച്ചത് നിസ്സാരമായിട്ടാണോ കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നത്? ഈ CBSE പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിൽ സംഭവിച്ചിരിക്കുന്ന വീഴ്ചയെ നിസ്സാരവൽക്കരിക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് ഇന്നിപ്പോൾ ഡൽഹിയിൽ കണ്ട നീക്കങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ഒരു പോലീസുകാർ വന്നിട്ട് ആ വിദ്യാർത്ഥിയുടെ തലക്കടിക്കുന്നത് കൈകൊണ്ട് തലയ്ക്ക് മുകളിലേക്ക് ആഞ്ഞാഞ്ഞ് വീശാണ് ആ വിദ്യാർത്ഥികളെ. അവിടെ വളരെ സമാധാനത്തോടു കൂടി ഒരായുധം ആ വിദ്യാർത്ഥികളുടെ കൈകളിലില്ല, ഒരു കൊടി പോലും ആ വിദ്യാർത്ഥികളുടെ കയ്യിൽ, ചിലരുടെ കയ്യിൽ പ്ലക്കാർഡുകളുണ്ട്, ചിലർ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുന്നവരാണ്. നോക്കണം, ഇന്ന് രാജ്യം ഭരിക്കുന്ന BJP എന്ന പാർട്ടിയേക്കാൾ, പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനേക്കാൾ, CPM-നേക്കാൾ കൂടുതൽ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉള്ള ഒരു സംഘടനയാണ് CJP. ആ സംഘടന ആയുടെ ആദ്യത്തെ ലോഞ്ചിങ് എന്ന് പറയുന്നത് ആ വലിയ രീതിയിൽ പ്രതീക്ഷയോടു കൂടിയൊക്കെ ആളുകളൊക്കെ നോക്കിക്കണ്ടിരുന്നുവെങ്കിലും അന്ന് നിങ്ങൾ പാലിച്ച സമീപനം, കേന്ദ്ര സർക്കാർ പാലിച്ച സമീപനം കൊണ്ട് അന്ന് അണഞ്ഞുപോയി എന്ന് കരുതിയതാണ്. അന്ന് അണഞ്ഞുപോയ CJP-യാണ് ഇന്ന് BJP സർക്കാർ ഇന്ന് നടത്തിയ ഈ രക്ഷാപ്രവർത്തനത്തിലൂടെ, ഡൽഹിയിൽ നടത്തിയ ഈ അതിക്രമത്തിലൂടെ, ലാത്തി ചാർജിലൂടെ വീണ്ടും തിരികൊടുത്തുയർത്താൻ പോകുന്നത്. അപ്പോൾ അന്നടഞ്ഞു എന്നാണ് നമ്മളെല്ലാവരും കരുതിയത്. ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരാണ് CJPയെ പിന്തുണച്ചുകൊണ്ടിരുന്നത്. SFI എത്തുന്നു, ASFI എത്തുന്നു, ISI എത്തുന്നു, യൂത്ത് കോൺഗ്രസ് എത്തുന്നു, KSU എത്തുന്നു. CPM-ഉം കോൺഗ്രസും എല്ലാം അവരുടെ രാഷ്ട്രീയ കക്ഷി ഭേദങ്ങൾ മറന്ന് ആം ആദ്മി പാർട്ടിയും എല്ലാവരും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു. നിയമസഭയിൽ വലിയ പ്രതിഷേധമുയരുന്നു. അപ്പോൾ CJP ഉയർത്തിയ വിവാദം, CJP ഉയർത്തിയ പ്രതിഷേധം കണ്ടില്ലെന്ന് ആദ്യം നടിച്ചെങ്കിലും ഇന്ന് BJPയുടെ കൺ തുറപ്പിക്കുന്നതായി, കേന്ദ്ര സർക്കാരിൻ്റെ കൺ തുറപ്പിക്കുന്നതായി ഡൽഹിയിൽ നടന്ന വലിയ പ്രതിഷേധം അവർ ഭയന്നിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇന്ന് ഈ കുട്ടികളുടെ മേൽ പോലീസ് ലാത്തിചാർജ് നടത്തിയ ഡൽഹി പോലീസിൻ്റെ അതിക്രമം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് CJPയെ ഭയന്നോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം CJPയെ ഭയന്നു തുടങ്ങുന്നു എന്നുള്ളതാണ്. വലിയ മാറ്റമുണ്ട് എന്നുള്ളതാണ്. ഒന്നും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് 1984 സമരത്തിന് ഫലമുണ്ടായി കേട്ടോ. 1989 5 വർഷത്തിനു ശേഷം ഈ പറയുന്ന ലഡാക്കിലെ 9 പ്രധാനപ്പെട്ട വർഗ്ഗങ്ങൾക്ക് അന്ന് ഷെഡ്യൂൾ ടൈം സ്റ്റാറ്റസ് കൊടുക്കുകയും ചെയ്തു അന്ന് കേന്ദ്ര സർക്കാർ. അത് വാക്കുപാലിക്കുന്ന സർക്കാരായിരുന്നു. സമരം ചെയ്യുന്ന പ്രതിഷേധക്കാർക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടി എത്തുന്ന പ്രധാനമന്ത്രി ഉണ്ടായിരുന്ന കാലമായിരുന്നു. സമരം ചെയ്യുന്ന പ്രതിഷേധക്കാർക്ക് നാരങ്ങാ നീര് കൊടുത്ത് സമാധാനത്തോടു കൂടിയ പ്രതിഷേധം അവസാനിപ്പിക്കുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു എന്നത് ഓർമ്മിപ്പിക്കുക കൂടിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ സമരത്തെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഭയന്നു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് എൻ്റെയും ടേക്ക്. Meet the editors.